ഉയ്യമ്മേ, ഇത്ര ആൾക്കാരെ നടുവില എന്നെ മാക്സി ഇട്ടിട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. അമ്മ എല്ലാവർക്കും അമ്മേനെ മാക്സി ഇട്ട് കാണാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഇനി നല്ല സൂട്ടും കൊണ്ടിട്ടിട്ട് വരിക. എനിക്ക് നരച്ച മാക്സിയും അമ്മ ശരിയാക്കാം. നോവൽ ലിമിറ്റ്സിന്റെ ബാനറിൽ ആദ്യമായിട്ട് എടുക്കുന്ന സിനിമയാണ് വയസ്സത്തിൽ. അപ്പോഴത്തെ എനക്കോ ചാൻസ് കിട്ടിയില്ല. നമുക്ക് നല്ല റോൾ കിട്ടിയില്ലല്ലോ. എനിക്ക് അപേക്ഷിക്കില്ല. നമുക്ക് ഷിജുവാട്ടിനോടും മറ്റിയോടും അടുത്ത പടത്തിലേക്ക് അമ്മ എനിക്കൊരു ചാൻസ് മേടിച്ചു തന്നാൽ ഞാൻ അമ്മനെ ഏങ്കറിൽ ഫുൾ സപ്പോർട്ട് ചെയ്യും. ഓക്കെയാണോ? ആ നോക്കട്ടെ. ഇനി എന്നോട് ഈ ഏങ്കർ പരിപാടിക്ക് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ എനിക്ക് ഞാൻ ഷിജു അടുത്തെടുക്കുന്ന പടത്തിൽ എനിക്ക് നല്ലൊരു വേഷം വായിക്കണം. പോരാ? ഞാൻ മേടിച്ചു പിന്നെ മറക്കരുത്. ഇല്ല പോരാ. ഇത് ഒരുപാട് മീഡിയയിലുണ്ടല്ലോ. ഇത്ര ആളുകളൊന്നും ഞാൻ പ്രതീക്ഷിക്കില്ലട്ടോ. ആദ്യം ചെയ്യുക. അത് ശരി, എന്നെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ ഇന്നെ കൂട്ടിയത്. ഇതിപ്പോ എല്ലാം കൂടി ഞാൻ ഇന്നെ സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥിതിയായിട്ടാ. ആദ്യമായിട്ട് പ്രോഗ്രാം തുടങ്ങുമ്പോൾ എന്താ ചെയ്യുക നമുക്കറിഞ്ഞൂടെ? അതെന്ത് പറയാണ് സുമേഷ്, പ്രാർത്ഥനയാടാ. ഏത് നല്ല കാര്യത്തിനും ആദ്യം തന്നെ പ്രാർത്ഥന. പഠിപ്പിക്കണ്ട. പ്രാർത്ഥന പാടാൻ പറ്റിയ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പേര് കേട്ടപ്പോഴാണ് മനസ്സിലായത് പ്രാർത്ഥന പാടാൻ പറ്റിയ ആൾക്കാരാണ്. ആൻഡ് ഗോഡ് ഗിഫ്റ്റ് ആൻഡ് ഗിഫ്റ്റ് ഫ്രീ ആൻഡ് എൻജല ഗിഫ്റ്റ് ഫ്രീ അല്ലേ? പ്ലീസ് വെൽക്കം ടു ദി സ്റ്റേജ്. മാത്രമല്ല ഇരുന്ന എല്ലാ കലാകാരന്മാരെയും പ്രോത്സാഹനം. താങ്ക് യു. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം അല്ലേ? ഓക്കെ. പ്രാർത്ഥന കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുക. ഞാൻ വളരെ ആവേശത്തോടെ പറഞ്ഞതാണ്. പക്ഷെ ഇത്ര കണ്ടപ്പോൾ ഞാൻ അവസാനം എനക്ക് അറിഞ്ഞോടാ ഞാൻ ഇവരെ കൂട്ടിയത്. ഓനെ അറിഞ്ഞോളൂ. ഇപ്പൊ എന്താ എന്താ ചെയ്യേണ്ടത് പറഞ്ഞതാ? സ്വാഗതം പറയല്. സ്വാഗതം വെൽക്കം സ്പീച്ച് അല്ലേ? അതിന് പറ്റിയ ആളുണ്ട്. പ്ലീസ് വെൽക്കം ടു ദി സ്റ്റേജ് മിസ്റ്റർ അജയൻ എ. സ്വാഗത പ്രസംഗം നടത്താൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇങ്ങനെ അന്യെടുക്കണ പ്രൊഡ്യൂസർ വിളിക്കണ്ടേ? തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അജയൻ ഇ. വയസ്സ് എത്രയായി? 30. നോ ലിമിറ്റ് ഫിലിംസിന്റെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഈ യാത്രയുടെ തുടക്കം കുറിക്കുവാൻ വയസ്സെത്രയായി 30 എന്ന ഞങ്ങളുടെ ആദ്യ സംരംഭം തയ്യാറായിരിക്കുന്നു. ഈ പടം ഷൂട്ട് ചെയ്യുവാനുള്ള ലൊക്കേഷൻ, മനോഹരമായ ലൊക്കേഷൻ ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന മലഞ്ചാൽ പറമ്പത്ത് നിവാസികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് സ്വാഗതം ചെയ്യും. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കലാകാരന്മാരും നടന്മാർക്കും നടിമാർക്കും ഞാൻ ഇതിലെ എല്ലാ ടെക്നീഷ്യന്മാർക്കും സ്വാഗതം ചെയ്യട്ടെ. ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നോ ലിമിറ്റിൻ്റെ വേണ്ടി സ്വാഗതം ചെയ്യട്ടെ. നമസ്കാരം. ഈ സിനിമയുടെ സംവിധായകൻ പപ്പൻ വളരെ പണ്ട് തന്നെ മദിരാശിയിൽ വന്ന കാലം മുതൽ എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്താണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പപ്പൻ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. അതിൽ വളരെ സന്തോഷം. ഒരു ഗ്യാപ്പിന് ശേഷമൊക്കെ ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ കാലത്ത്. സിനിമയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഈ സിനിമ നന്നായിരിക്കുമെന്നാണ് എൻ്റെ ആദ്യം ഇറങ്ങിയ സോങ് കാണുമ്പോൾ തോന്നുന്നത്. വളരെ നന്നായിട്ട് പപ്പനത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാർ, മോശം പുതിയ ആൾക്കാരാണ് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ ഒരു ആൾക്കാരെ
ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ വളരെ നല്ലൊരു നിർമ്മാതാവിനെയാണ് പപ്പന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും ഒരു നല്ല സിനിമയ്ക്ക് വേണ്ട പിൻബലം കൊടുക്കുകയും ചെയ്ത ഒരു നിർമ്മാതാവാണ്. അദ്ദേഹത്തെ പോലുള്ള നിർമ്മാതാക്കൾ മലയാള സിനിമയ്ക്ക് എപ്പോഴും ആവശ്യമാണ്. അദ്ദേഹം ഇനിയും മലയാള സിനിമയ്ക്ക് ഇത് കഴിഞ്ഞും ഒരു കരുത്തായി നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഈ നേരത്തെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞത്. ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ ഏതൊരു പുതിയ സിനിമയും എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷവും ആവേശവും പകരുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും ഞങ്ങളുടെ കോപ്പൺ സുഹൃത്തുകൂടിയായ പപ്പൻ്റെ ഒരു സിനിമ എന്ന നിലയ്ക്ക് ഒരുപാട് സന്തോഷം ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത്. ഇപ്പം 2018 അവസാനം സിനിമ ചെയ്തത്. ഞാൻ എൻ്റെ പ്രൊമോ സോങ് കണ്ടു. വളരെ ഗംഭീരമായിട്ടൊരു പ്രൊമോ സോങ്ങോടുകൂടിയാണ് സിനിമ ലോഞ്ച് ചെയ്തത്. സിനിമയുടെ ഒരു എന്തായിരിക്കും സിനിമ എന്നതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം ആ പ്രൊമോ സോങ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. തീർച്ചയായും ഇന്നത്തെ യുവതലമുറ ഇഷ്ടപ്പെടുന്ന, അവർക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരുപാട് ആഘോഷിക്കുന്ന സിനിമയായിരിക്കും വയസ്സെത്രയായി 30 എന്ന് എനിക്ക് പൂർണ്ണ നിശ്ചയമുണ്ട്. എല്ലാവിധ ആശംസകളും, ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. 30 വയസ്സെത്രയായി 30 എല്ലാ ക്രൂ മെമ്പേഴ്സിനും, എല്ലാ ആക്ടേഴ്സിനും, പപ്പനും പ്രൊഡ്യൂസേഴ്സിനും, ബാക്കി എല്ലാവർക്കും ഒരിക്കൽ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. സുമേഷേ, ഒരു കാര്യം പറയട്ടെ. അമ്മേൻ്റെ തള്ളു കേൾക്കാനല്ല ഇവരോട് കൂടിയിരിക്കുന്നത്. അമ്മേൻ്റെ എൻ്റെയും തള്ളു കേട്ടിട്ടില്ല. ഞാൻ തള്ളുന്നില്ല. അമ്മേൻ്റെ തള്ളു കേട്ടിട്ട് ഇവർക്കെല്ലാം ബോറടിച്ചിരിക്കാം. പ്ലീസ്. ഞാൻ മാത്രമല്ല തള്ളുന്നത്, ഇനിയും തള്ളുന്നുണ്ടല്ലേ? ഞാൻ അങ്ങനെ തള്ളുന്നില്ല. എൻ്റെ തള്ളാൻ ഇത്രയും കണ്ടതമ്മ. നമുക്ക് ഇവരെല്ലാം ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ട് ഒരു ഗസൽക്കാരൻ വിളിക്കട്ടെ? വിളിക്കട്ടെ? പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ് മിസ്റ്റർ അലോഷി യാദവ്. പ്ലീസ് വെൽക്കം. നല്ല കയ്യടി വന്നോട്ടോ കേട്ടോ. നമസ്കാരം. മനോഹരമായ ഒരു വേദി, പ്രൗഢമായൊരു സദസ്സ്, ഒരുപാട് വേണ്ടപ്പെട്ടവർ മുന്നിലിരിക്കുന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്ന ഒരു പാട്ടുകാരനാണ്, എലി പാട്ടുകാരനാണ്. ഇങ്ങനെ ഈ ഒരു സിനിമയുടെ വയസ്സെത്രയായി ഇതിന് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അണിയറയിലും അഭിനയിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. എന്നോട് പറഞ്ഞിട്ട് കുറച്ച് പാട്ടുകളായിട്ട് ഇങ്ങനെ ഇരിക്കാം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത്തിരി കഴിഞ്ഞ് ഞങ്ങളുടെ സഹപ്രവർത്തകരെല്ലാം വന്നതിന് ശേഷം കുറച്ച് പാട്ടുകളായിട്ട് ഇരിക്കാം. എന്തായാലും ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിന്, ഈ പടത്തിന് എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ഇതിൽ പ്രവർത്തിച്ച എല്ലാവരും അനുമോദിക്കുകയാണ്. പടം ഗംഭീരമാവട്ടെ. ഒരുപാട് സന്തോഷം. തെളിഞ്ഞു പ്രേമയമുന വീണ്ടും കഴിഞ്ഞു ബാഷ്പമേഘവർഷം വിരിഞ്ഞു മന്ദഹാസമം ചന്ദ്രലേഖം സുന്ദരാതരത്തിൽ തെളിഞ്ഞു പ്രേമയമുന വീണ്ടും കഴിഞ്ഞു ബാഷ്പമേഘവർഷം വിരിഞ്ഞു മന്ദഹാസമം ചന്ദ്രലേഖം സുന്ദരാതരത്തിൽ. പൂങ്കുയിലുകൾ ഇണങ്ങിയ കൂട്ടിനുള്ളിൽ നിന്നും പിണക്കം തീർന്ന പൂങ്കുയിലുകൾ ഇണങ്ങിയ കൂട്ടിനുള്ളിൽ നിന്നും
വേണുഗാനസുത പോലെ ഞാൻ പ്രണയഗാനമൊന്നു പാടാം. തെളിഞ്ഞു പ്രേമയമുന വീണു കഴിഞ്ഞു ബാഷ്പമേഘവർഷം വിരിഞ്ഞു മന്ദാസമം ചന്ദ്രലേഖൻ സുന്ദരാതരത്തി. Please welcome our director Papan T. Nambiar. നല്ലൊരു കൈയടി പ്ലീസ്. ഹലോ, എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ ശ്രീ GS വിജയേട്ടൻ, അദ്ദേഹത്തെ എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ചെന്നൈയിൽ സിനിമ പഠിക്കാൻ പോയ കാലം മുതൽ അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ കൃഷ്ണകൃപാസാഗരം എന്നൊരു സീരിയൽ ഞാൻ അസോസിയേറ്റ് വർക്ക് ചെയ്തിരുന്നു. ആ കാലത്ത് കർക്കശക്കാരനായ മുഖം നോക്കാതെ ആർട്ടിസ്റ്റുകളോടും അതുപോലെ ടെക്നീഷ്യൻസോടൊക്കെ പുള്ളി വളരെ എന്താ പറയുക, വളരെ കർക്കശമായിട്ടാണ് സംസാരിക്കാറ്. എനിക്ക് ഒരു ചെറിയ തെറ്റ് പറ്റി. ആർട്ടിസ്റ്റിൻ്റെ എന്തോ ഒരു കുഴപ്പത്തിൽ എന്തോ ഡയലോഗ് പറഞ്ഞാൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ അദ്ദേഹം ചീത്ത വിളിച്ചു. ചീത്തവിളി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചീത്തവിളിയാണ് കോദണ്ഡറാമ എന്നാ വിളിക്കുക. ആ കോദണ്ഡറാമ വിളി എപ്പോഴും ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങാറുണ്ട്. അതേപോലെ പത്മകുമാർ, അദ്ദേഹവുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. ഒരുപാട് വർഷത്തെ
കോഴിക്കോട് വെച്ച് ഞാൻ DRS അക്കമായിട്ടൊരു കഥാചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് മോഹനെ കാണാറുണ്ട്. അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ സോഹൻലാൽ ഇവിടെ എത്തിയിട്ടുണ്ട്, അദ്ദേഹവുമായിട്ട് നല്ല പരിചയമുണ്ട്. അതുപോലെ അടുത്ത് നമ്മുടെ ഫംഗ്ഷനിൽ പറയേണ്ട ഒരു സെഗ്മെൻറ്റ് ചെയ്യുന്ന പുള്ളിയാണ് ബാബു ജനാർദ്ദനൻ, അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട്. അപ്പം ഇത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ സിനിമ വയസ്സത്രയിൽ നോ ലിമിറ്റ് ഫിലിംസ്, വളരെ അക്ഷരാർത്ഥത്തിൽ നോ ലിമിറ്റ്. പൈസക്ക് ഉണ്ടായിട്ടില്ല, ഭക്ഷണത്തിൽ ഉണ്ടായിട്ടില്ല, മറ്റൊരു കാര്യത്തിലും ഒരു ലിമിറ്റുമില്ല. അത് ഷിജു എന്ന് പറയുന്ന നിർമ്മാതാവ് എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. അത് എൻ്റെ വളരെ വേണ്ടപ്പെട്ട എൻ്റെ അനിയനെ പോലത്തെ വ്യക്തിയാണ്. അത് എല്ലാ സഹായങ്ങളും എന്നെ ഒറ്റ വാക്കേ പുള്ളി പറഞ്ഞുള്ളൂ, പടം നന്നാവണം. പടം നന്നായില്ലെങ്കിൽ നമുക്ക് അപ്പം കാണാം എന്നൊരു തമാശയാണെങ്കിൽ പുള്ളി അങ്ങനെ വാക്കും പറഞ്ഞിട്ടുണ്ട്. അതെന്താണാവോ എനിക്കറിയില്ല. അപ്പം അദ്ദേഹം വളരെ എല്ലാ കാര്യങ്ങളും A to Z എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി അപഗ്രഥിച്ച് പഠിച്ചിട്ടാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒറ്റ സിനിമ കൊണ്ട് ഒരു 25 സിനിമയുടെ അനുഭവം, അങ്ങനെ തന്നെ പറയണം. ഒറ്റ സിനിമയിൽ കൂടി അദ്ദേഹത്തിന് 25 സിനിമ ചെയ്തതിൻ്റെ അനുഭവം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സാധാരണ ഒരു പ്രൊഡ്യൂസർ വന്നാൽ കുറെ പൈസ തരാം, സിനിമ എടുത്തോ, ലാഭം കിട്ടിയ ഇത്ര, ലാഭം കിട്ടിയില്ല ഇത്ര എന്നൊക്കെ പറയുന്ന കണക്കാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം അതല്ല. എല്ലാ പോയിന്റുകളിലും റിയൽക്കാണെങ്കിലും അതിലും ഇതിലും എല്ലാത്തിലും പുള്ളി വളരെ ഇൻവോൾവ് ആയിരുന്നു. അത് പലപ്പോഴും എൻ്റെ അറിവിൽ പടം ഞാൻ ചെയ്തിട്ടും എനിക്ക് അന്ന് കിട്ടാത്തൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കഥ വയസ്സെത്രയായി എന്ന് പറയാൻ സ്ത്രീകളല്ല പുരുഷന്മാർക്ക് പഠിക്കാറുണ്ട്. 30 കഴിയാറേ ഇല്ല, 40 കഴിയാറില്ല, 50 കഴിയാറില്ല, 30, 40, 50 ഇങ്ങനെ പറയുമെന്നല്ലാണ്ട് ആ ഒരു പരിധി വിട്ട് നമ്മൾ പറയാൻ ആർക്കും പറ്റാറുമില്ല, പറയാറുമില്ല. ഈ സിനിമ സാമൂഹ്യ പ്രസക്തിയുള്ള സിനിമയാണ്. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലൊക്കെ പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാത്തൊരവസ്ഥയുണ്ട്. അത് കൂടുതൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് മലബാർ ഭാഗത്താണെന്ന് തോന്നുന്നുണ്ട്. 30, 35, 40 വയസ്സായ ഒരുപാട് ചെറുപ്പക്കാർ എനിക്കറിയാവുന്നതിന് ഒത്തിരി പേരുണ്ട്. അവർക്കൊന്നും പെണ്ണ് കിട്ടാനില്ല. അഥവാ കിട്ടുകയാണെങ്കിൽ തന്നെ കൊടകിൽ അല്ലെങ്കിൽ കർണാടകയിലേക്ക് പോയിട്ട് പെണ്ണ് കിട്ടേണ്ട അവസ്ഥയുണ്ട് അവർക്ക്. അപ്പോൾ ഈ സാമൂഹ്യ പ്രസക്തിയിൽ ഇത്തരം കഥ സിനിമയാക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു എന്താ പറയുക, സാമൂഹ്യ വ്യവസ്ഥിതിയോടുള്ളൊരു ചൂണ്ടിക്കാട്ടിലൂടെയാണ് ഈ സിനിമ. സിനിമ നന്നായി വന്നിട്ട് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ സിനിമയും എടുക്കുമ്പോൾ നല്ല സിനിമ എന്ന രീതിയിൽ നമ്മൾ എടുക്കാറുള്ളൂ. അത് പരാജയപ്പെടുന്ന വിജയിക്കുന്നതൊക്കെ എന്താ പറയുക, അതിൻ്റെ വിധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ മീഡിയ സപ്പോർട്ട് വേണം, തിയേറ്റേഴ്സ് ഓണേഴ്സിൻ്റെ സപ്പോർട്ട് വേണം. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നല്ല പബ്ലിസിറ്റി കിട്ടാറില്ല, അല്ലെങ്കിൽ എന്താ പറയുക, തിയേറ്റർ ഓണേഴ്സിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ വരിക, ഇതൊക്കെ സിനിമയെ പലപ്പോഴും ബാധിക്കാറുണ്ട്. നല്ല സിനിമ വേണോ, ഓടുന്ന സിനിമ വേണോ? അതാണ് ചോദ്യം. നല്ല സിനിമയാണ്, ആളില്ല. ഞാൻ പറയും, ഓടുന്ന സിനിമയല്ലേ വേണ്ടത്. ഒരു 5 or 10 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് ഇപ്പോൾ 50, 60 ഒക്കെ കോടികൾ ചെലവഴിച്ചാൽ മലയാള സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പൈസ എങ്ങനെ തിരിച്ചു പിടിക്കും? ഒരു ബിസിനസ് കൂടിയാണ്. നാട് നന്നാക്കുക എന്നുള്ള മാത്രമല്ലല്ലോ, ആ ഇറക്കിയ പൈസയെങ്കിലും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സിനിമ എടുക്കേണ്ടതെന്നും അങ്ങനെ കഴിയട്ടെ എന്നുമാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങിയ പടങ്ങളിൽ എന്താ പറയുക, ഒരു 90% പരാജയം എന്ന് പറയപ്പെടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നല്ല പടം ആളില്ല. എന്തുകൊണ്ട്? നല്ല പടമാണെങ്കിൽ ആൾക്കാർ വേണ്ടേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരുപാട് പറയുന്നില്ല, സമയം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത, ഇതിൽ അഭിനയിച്ച അഭിനേതാക്കൾ പ്രശാന്ത് മുരളി ഈ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് പുള്ളി ആവേശം ചെയ്തിട്ടുള്ളത്. എല്ലാവരും, ഓരോരുത്തരെയും എടുത്തു പറയുന്നില്ല, എല്ലാവരും മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടെക്നീഷ്യൻ, ക്യാമറാമാൻ, എല്ലാവരും, ഈ എന്താ റിയൽ കോർഡിനേറ്റർ, സൺഫീൽ ഉൾപ്പെടെ എല്ലാവരും ഈ പടത്തിന് വേണ്ടി എല്ലാവരും ആഹോരാത്രം, അങ്ങനെ വേണം പറയാം. ഇപ്പോൾ പ്രൊമോഷനും കാര്യത്തിനൊക്കെ വേണ്ടിയൊക്കെ ആൾക്കാർ ഇരുന്നുകൊണ്ട് വളരെ സപ്പോർട്ടീവായിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം ഫെബ്രുവരി ലാസ്റ്റ് ഈ പടം റിലീസ് ചെയ്യും എന്നാണ് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് പറയാൻ കഴിയുക. കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും, ഞാൻ നേരത്തെ പറയട്ടെ, മീഡിയ സപ്പോർട്ട് മാക്സിമം വേണം.
അതോടൊപ്പം തന്നെ തിയേറ്റേഴ്സ് ഓണേഴ്സും സഹകരിക്കണം. എല്ലാവരെയും ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ ഈ സിനിമ ഓടും എന്നാണ് വിശ്വാസം. നന്നായി വരും. നിങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടാവണം, അനുഗ്രഹവും. താങ്ക് യു. നമ്മുടെ സിനിമയിലെ പ്രധാന നായകൻ പ്രശാന്ത് മുരളിയുടെ ക്യാരക്ടർ ടീസർ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ സിനിമയിലെ പ്രധാന കണ്ടന്റ് ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന വിഷയമാണ്. അതോടൊപ്പം വിവാഹ ദൂർത്തുകൂടെ കൂട്ടിച്ചേർത്ത് നമുക്കൊരു ചെറിയൊരു സ്പീച്ച് നൽകാൻ വേണ്ടി ശിശുക്ഷേമ സംരക്ഷണ വകുപ്പ് KS അരുൺകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം സർ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സിനിമകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. വിവേകാനന്ദൻ നമ്മുടെ നാടിനെ നോക്കി ഭ്രാന്താലയം എന്ന് വിളിച്ചിട്ട് ഏകദേശം 100-120 വർഷങ്ങളെ ആയുള്ളൂ. ഈ ഭ്രാന്താലയത്തെ മനുഷ്യാലയമാക്കി മാറ്റിയതും പടിപടിയായി ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റുന്നതിലും കലാപ്രസ്ഥാനങ്ങളും സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും സാഹിത്യപരമായിട്ടുള്ള ഇടപെടലുകളുമെല്ലാം വളരെ മാതൃകാപരമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. പുറത്തു പറയാൻ, നേരിട്ട് പറയാൻ മടിച്ച പല കാര്യങ്ങളും സിനിമ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സാമൂഹ്യ ജീർണതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം മാറ്റുന്നതിലും നമ്മുടെ സമൂഹത്തെ ഏറ്റവും കാലോചിതമാക്കുന്നതിലും സിനിമ മാതൃകാപരമായിട്ടുള്ള പങ്ക് വഹിച്ചു. ഇന്നാണെങ്കിൽ നമുക്കറിയാം, വലിയ രൂപത്തിൽ മദ്യവും മയക്കുമരുന്നും അതുപോലെ ജാതി വർഗീയ സംഘടനകളുടെ ഇടപെടലുകളും തീവ്രവാദ പ്രവർത്തനങ്ങളുമെല്ലാം അറിയപ്പെടാത്ത ചതിക്കുഴികളിലേക്ക് സമൂഹത്തെ തള്ളിവിടുന്നതിനെതിരെയും അതിശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡയറക്ടർ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ പുറത്തു പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ പറയേണ്ട ഒരു തീം തന്നെയാണ് ഈ സിനിമയും മുന്നോട്ട് വച്ചിരിക്കുന്നത്. സാധാരണ വിദേശത്ത് ജോലി ചെയ്യുന്നവരും പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവരുമെല്ലാം നാട്ടിൽ വളരെ പ്രതീക്ഷയോടെ ലീവിന് വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്നാ വന്നത്, എന്നാ പോകുന്നത് എന്നതാണ്. എന്നാ പോകുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു മനസ്സിലൊരു വിഷമം ഉണ്ടാകും. കാരണം വന്നേ ഉള്ളൂ, അപ്പോഴത്തേക്കും പോകാൻ. അതുപോലെ തന്നെ ചെറുപ്പക്കാരോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, ചെറുപ്പക്കാരികളോട് ചോദിക്കുന്ന ചോദ്യം കല്യാണമായില്ലേ എന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പല മറ്റു ചോദ്യങ്ങളും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ 30 കഴിഞ്ഞ് 40 കഴിഞ്ഞ് പോകുന്ന ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളും എല്ലാം വിവാഹം വൈകുന്ന, തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ വിവാഹം വൈകുമ്പോഴും വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം ചോദിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചെറിയ സ്പന്ദനം നമുക്കറിയാം. ആ ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിലും ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അത് സാമൂഹ്യപരമായിട്ടുള്ള കാര്യമാകാം, മതപരമായിട്ടുള്ള കാരണമാകാം, വിവാഹം വൈകുന്നത് ജാതിപരമായിട്ടുള്ള കാരണമാകാം, അതുപോലെ തൻ്റേതല്ലാത്ത മറ്റു പല കാരണങ്ങളുമാകാം. അത്തരത്തിലുള്ള കാരണങ്ങളാൽ വിവാഹം വൈകുന്ന ഒരു ചെറുപ്പക്കാരൻ അനുഭവിക്കേണ്ടി വരുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളെ ഈ സിനിമ ഏറ്റവും നന്നായി അവതരിപ്പിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനിമയുടെ കഥ ഇപ്പോഴേ തന്നെ ലീക്കായി കിട്ടും. നിങ്ങൾ സിനിമ കാണില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം, നന്നായി പ്രചരിപ്പിക്കണം. ഇതേപോലുള്ള നല്ല തീമുകൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ചർച്ചാ വിഷയമാക്കി മാറ്റണം. ഇത് കൂടുതൽ എഴുതാനും ഇത്തരത്തിലുള്ള സിനിമകൾ കൂടുതൽ ഡയറക്റ്റ് ചെയ്യാനും നിർമ്മിക്കുവാനുമെല്ലാം സമൂഹത്തിനൊരു പ്രചോദനമാകട്ടെ. ഈ സിനിമയുടെ അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും എല്ലാം കൂടുതൽ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടും പിന്നെ നിങ്ങൾ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. ആ പടത്തിൽ ഹലോ ആ പടത്തിലൂടെ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു സ്ഥാനം, ഒരു ഐഡന്റിറ്റി, സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് പ്രശാന്ത് മുരളി. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ചില ആൾക്കാർ പറയും ഫഹദ് ഫാസിലാണെന്ന് തോന്നുന്നു. അങ്ങനെ പറയാറുണ്ട്. സത്യമായിട്ട് നിങ്ങൾക്ക് കാര്യം തോന്നിയിട്ടുണ്ടോ? അല്ലേ? എനിക്കും തോന്നിയിട്ടുണ്ട്. എനിക്ക് ലേശം അസൂയാണ് പ്രശാന്തിനോട്. കാരണം വെച്ചാൽ ഇങ്ങനെ അഭിനയിച്ച് തകർക്കുമ്പോൾ നമുക്കത് പറ്റുന്നില്ല, ഭയങ്കര വിഷമമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആധികാരികമായിട്ടും അല്ല ഔദ്യോഗികമായിട്ടും സംസാരിക്കുന്നില്ല. എൻ്റെ പ്രിയ സുഹൃത്തും അതുപോലെ തന്നെ ഈ സിനിമയുടെ നമ്മുടെ കഥാനായകമായ പ്രശാന്ത് മുരളിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി പ്ലീസ്. പ്ലീസ് വെൽക്കം ടു ദി സ്റ്റേജ് പ്രശാന്ത് മുരളി. ഹലോ എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര ഇൻട്രോ ആയി പോയി. പക്ഷേ ഏതൊരു ആക്ടറുടെയും ലൈഫിൽ എനിക്ക് തോന്നുന്നത് അയാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റാണ്, വൺ ഓഫ് ദ മൊമെന്റ്സ് ആണ് അയാളുടെ പടത്തിൻ്റെ ലോഞ്ച്. അപ്പം നായകനായിട്ട് ഇതിനു മുമ്പ് 2 സിനിമകൾ ചെയ്തിരുന്നു. പക്ഷേ സാമ്പത്തികവും
സാമൂഹികമായ ചില കാരണങ്ങൾ കാരണം അത് രണ്ടിനും ഒരിക്കലും നമുക്ക് അത് ഡിസേർവ് ചെയ്യുന്ന ഒരു പബ്ലിസിറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ തിയേറ്ററിൽ എത്തിക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് OTT-യിലാണ് ഇപ്പം കളിക്കുന്നത്. അപ്പോൾ ഒന്നിൽ പിഴച്ചാൽ മൂന്നിൽ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആദ്യ സിനിമ അടിയാനാണ്, പിന്നീട് ജിയോ ബേബി സംവിധാനം ചെയ്ത ശ്രീധന്യ കേറ്ററിംഗ് സർവീസ്, ഇപ്പം മൂന്നാമതായിട്ട് പപ്പൻ, ഞങ്ങളുടെ പപ്പൻ്റെ സംവിധാനം ചെയ്ത വയസ്സത്രയും 30. ഇത് ഒന്നിൽ പിഴച്ചാൽ മൂന്നിൽ എന്ന സംഭവം വർക്കാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഞാൻ കുറേ സംസാരിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ ഈ ഇൻട്രോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് സംസാരിച്ചാൽ വല്ലാത്തൊരു ഇൻട്രോ ആയിപ്പോയി. എന്നെ ആദ്യമായിട്ട് സിനിമയിൽ എന്നുവെച്ചാൽ വയസ്സത്രയിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളായിട്ടുള്ള ഫൈസൽ മാഷാണ്. ഫൈസൽ മാഷ് കൂടിയില്ല വരും. പിന്നീട് ടീച്ചറിനെ ഇത് ഫിക്സ് ചെയ്തു, എന്നെ കാണാൻ വന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴൊക്കെ എനിക്കൊരു വിചാരമുണ്ട്, എന്നെ വെച്ചിട്ട് അങ്ങനെ വർക്കാവോ, നിന്നെ വെച്ചിട്ടേ വർക്കാവോ, അങ്ങനത്തെ ഒരു കഥയാണിത്. പിന്നീട് കഥ കേട്ട് കഴിഞ്ഞപ്പോഴും സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെ എനിക്കും ചെറിയൊരു കോൺഫിഡൻസ് തോന്നി, വർക്കാവേണ്ടതാണ്, കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി പറയേണ്ടത് നിങ്ങളാണ്. ഇപ്പം നമ്മുടെ പടത്തിൻ്റെ ന്യൂസൊക്കെ ആദ്യം ഈ പറയുന്ന പോലെ ചാനലുകളിലൊക്കെ വിട്ടപ്പോഴാണേലും കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞു, ആരാണ് ഏതാണ് ഈ കരവാണം എന്നുള്ള ഡയലോഗുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടു. നമുക്കറിയില്ല നമുക്കതിന് ഉത്തരം പറയാൻ പറ്റുകയില്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ ആത്മാർത്ഥതയിൽ, എൻ്റെ 100% എന്നെ കൊണ്ടാവുന്നതിന് ഞാൻ ഈ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വൈകാരികമായ ഒരു കാരണം കൂടി ഉണ്ട് അതിന്. അതായത് എന്നെ പോലെ അല്ല, ഈ ബ്രിഗേഷിനെ പോലെ എൻ്റെ അതല്ലാത്ത കാരണം കൊണ്ട് വിവാഹം നടക്കാത്ത കുറേ അധികം ആളുകൾ നമ്മുടെ സെറ്റിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വന്നിരുന്നു. അവരുടെയൊക്കെ നമ്മൾ കാണുന്നതിൽ ഉപരിയായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടെന്നും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സിനിമ ചെയ്യാൻ പറ്റിയെന്നും അതിൻ്റെ ഈ സിനിമയിലെ മൊമെന്റ്സ് എൻ്റെ ആത്മാർത്ഥതയിൽ നിന്ന് എനിക്ക് ചെയ്തു വെക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി സിനിമ കണ്ടിട്ട് നിങ്ങളാണ് പറയേണ്ടത്. എന്തായാലും ഇവിടെ എത്തി, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ, നമ്മളെ കാണാനെത്തിയ, നമ്മുടെ പരിപാടി പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും നന്ദി. ഈ സിനിമയുടെ തുടക്കം തൊട്ട് ഈ മൊമെന്റ് വരെ ഇതിനോടൊപ്പം നിൽക്കാൻ സാധിച്ചത്, അതിന് നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്ന സർവേശ്വരന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. കരവാണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. കരവാണെന്ന് അതൊരു പ്രയോഗമാണ്, ആർക്കറിയില്ല. ഈ കരവാണെന്ന് പറഞ്ഞത് ഏതാണ് ഇവൻ ഇതിന് എന്തൊക്കെ പറഞ്ഞതിനുള്ള മറുപടി ഈ സിനിമയും ഇതിന് ശേഷം വരുന്ന പ്രസാദത്തിന്റെയും നിങ്ങൾ കാണാൻ പോകും. നിങ്ങൾ ഞാൻ പറഞ്ഞതല്ല, നമ്മൾ പുതിയൊരു സിനിമയായിട്ട് വരുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ശരിക്ക് എന്താണ് നമ്മുടെ പബ്ലിസിറ്റി തന്നെ പെണ്ണ് കിട്ടാത്തവർക്കായിട്ട് ഒരു സിനിമ എന്നൊക്കെയാണ്. അപ്പോൾ ശരിക്കും പെണ്ണ് കിട്ടാത്തവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം. ഞാൻ പറഞ്ഞാൽ അത്രയ്ക്ക് ഇന്റൻസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് വയസ്സെത്രയായി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു സോഷ്യൽ റെലവൻസ് ഉണ്ടാവും നമ്മൾ വിശ്വസിക്കുന്നു. ഞാൻ സബ്ജക്റ്റല്ല പറഞ്ഞത്, ഞാൻ പ്രസാദിന്റെ ഭാവിയും എന്താണ് പ്രസാദ് എന്നുള്ളതും ഭാവിയിലെ സിനിമകളിലൂടെയും നമ്മുടെ വയസ്സെത്രയായി എന്ന സിനിമയിലൂടെ നിങ്ങളെ കാണാൻ പോകുന്നതാണ്. ഈ സിനിമ ഞാൻ പൂർണ്ണമായും കണ്ടു, ഇത് ഗ്യാരണ്ടിയാണ്. നല്ല കരുത്ത്. നമ്മളെ ഈ സിനിമയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വീഡിയോകളും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമാണ് ഇവിടെ കൂടിയുള്ളത് എനിക്കറിയാം. പക്ഷെ ഇവിടെ നിങ്ങൾ കൈയടിക്ക് ദാരിദ്ര്യം കാണിക്കരുത് പ്ലീസ്. ഓക്കെ, നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനമാണ് നമ്മൾ അങ്ങോട്ടുള്ള പടത്തിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞാൻ അഭിനയിക്കുമ്പോൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ കോമ്പറ്റീഷൻ ആയിരുന്നു ഞങ്ങളുടെ പബ്ലില. ഭയങ്കര ആക്ട്രസ്, ഭയങ്കര മത്സരമാണ്. എന്നാലും ഞാൻ കണ്ടപ്പോൾ തുറന്നു പറയാം, ഒരുപാട് സീനുകൾ വളരെ മനോഹരമാണ്. പിന്നെ പ്രശാന്ത് ചെയ്ത 70 ഡയലോഗ് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞുപോയി. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, കരഞ്ഞുപോയി സത്യം. ഞാൻ പറഞ്ഞത് സെറ്റ് നന്നായി വർക്കൗട്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ കോമഡി സൂപ്പർ. അപ്പോൾ ചിത്രയുടെ PPT ഒന്ന് കൊടുത്തു വിടാൻ പറ്റും? ഇല്ല, ഓക്കെ പറ്റും. അപ്പോൾ ചിത്രനായകനാണ് 2 വാക്ക് സംസാരിക്കാം. അതിനുശേഷം നമ്മുടെ ഈ പടത്തിൽ അഭിനയിച്ച കുറച്ച് പേരെ നമ്മൾ വേദിയിൽ ക്ഷണിക്കുന്നുണ്ട്. അവർക്ക് അത് ഞാൻ ഈ ഇടക്കിടക്കിന് പറയുന്നില്ല, അവരുടെ എല്ലാവരുടെയും ക്യാരക്ടർ ടീച്ചർ ഇപ്പം ലോഞ്ച്. ഓക്കെ, അപ്പോൾ 2 വാക്ക് സംസാരിച്ചാൽ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. നോലിവുഡ് ഫിലിംസിൻ്റെ ഈ തുടക്കയാത്രയിൽ ഒരു തുടക്കക്കാരിയാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനെന്നെ അംഗമാക്കിയ നമ്മുടെ വയസ്സെത്രയും 30 എല്ലാ കുടുംബാംഗങ്ങൾക്കും, പ്രത്യേകിച്ച് ഷിജു ഏട്ടൻ, അജയേട്ടൻ, ഗുരുസ്ഥാനത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. സത്യത്തിൽ ഇങ്ങനെ ഒരു വേദി ഞാൻ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ
അതിൻ്റെതായ ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. ഇനി അങ്ങോട്ടും എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. അതിന് ഒരുപാട് ടെൻഷൻ ഉണ്ട്. എല്ലാവരും ക്ഷമിക്കുക. എന്താ പറയേണ്ടതെന്ന് പറയുന്നത് സ്ഥാനത്തിൻ്റെ ഉണ്ണിയേട്ടൻ, ഉണ്ണിരാജേട്ടൻ ചെറുപ്പം മുതൽ കാണുന്ന ഉണ്ണിയേട്ടൻ, അതുപോലെ പത്മകുമാർ സാർ, അദ്ദേഹത്തിൻ്റെ മൂവിയിൽ അഭിനയിക്കാൻ പറ്റി. ഞാൻ എൻ്റെ വയസ്സ് എത്രയെന്ന് പറയുന്നതല്ല, പക്ഷേ ഞാൻ TV കാണും, അതുപോലെ സിനിമ കാണും, ആസ്വദിക്കും. അങ്ങനെ ഒരു നല്ലൊരു ആക്ടർ ആണെന്നൊക്കെ മനസ്സിൽ കയറാൻ കാരണക്കാരായ കുറേ ആൾക്കാർ ഇവിടെ ഒരു സ്ഥാനത്തും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക, വാക്കുകളില്ല. അതുപോലെ എൻ്റെ ബ്രിഗേഷേറിൻ്റെ സ്വന്തം ഭവിത അനിയത്തിയായി ഈ ക്യാരക്ടർ മുഴുവനും ചെയ്യാൻ പറ്റി. അതിനെ ഒരുപാട് സഹായിച്ചു ബ്രിഗേഷേട്ടൻ, പ്രശാന്തേട്ടൻ, അതുപോലെ എല്ലാവരും. എൻ്റെ ഹസ്ബൻഡായി അഭിനയിച്ച ഷിജുവേട്ടൻ. ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ ഒരുപാട് മൂവീസൊന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല. ഒരു 3-4 മൂവി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു സിനിമ എന്നുള്ള ഒരു ഫീലിങ്സിന് കൂടുതൽ നല്ലൊരു കുടുംബം എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവാൻ പറ്റി ഈ ഒരു സിനിമയായിരുന്നു. കാരണം വടകര ആ ഒരു തനി സ്നേഹം. സാധാരണ ഞാൻ സിനിമ എന്നെല്ലാം പറയുമ്പോൾ പേടിക്കുമായിരുന്നു. അതിൻ്റെ അങ്ങോട്ടേക്കുള്ള ഒരു അപ്രോച്ച് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട്, ക്ഷമിക്കണം. അപ്പോൾ സിനിമ ആ ഒരു മേഖല ഭയങ്കര പേടി, പ്രൊഡ്യൂസർ എന്നെല്ലാം പറയുമ്പോൾ വേറെ ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മുടെ സിനിമയിൽ രമ്യജിനെല്ലാം ഞാൻ എപ്പോൾ മുതലേ കാണുന്നതാണ്. ഭയങ്കര സീരിയസ് സരികേജി. സത്യം ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ രമ്യജി സരികേജിനെല്ലാം ഞാൻ കാണുമ്പോഴേ, സിനിമയിൽ കാണുമ്പോഴെല്ലാം ഭയങ്കര എപ്പോഴും കരഞ്ഞു തൂങ്ങി കിടക്കുന്ന ഒരു ചേച്ചിമാരോ. പക്ഷെ കാണുമ്പോൾ എന്ത് ഭയങ്കര ചില്ല്, നല്ല സുന്ദരികളോ നേരിട്ട് കാണാൻ പറ്റിയവരെ. അല്ല, ഇത് സ്ക്രിപ്റ്റഡ് അല്ല, സത്യം. ഇതെന്താ അറിയോ, ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്തതിന്റെ ചെറിയൊരു അത് ഇത് ചെയ്യാൻ വേണ്ടി വെറുതെ പറഞ്ഞിരിക്കും. സത്യം. കാരണം ആ ഒരു ഫീലിങ്സ് ഒന്നുമില്ല. അവിടുത്തെ ഭക്ഷണമായാലും ഏത് കാര്യത്തിനായാലും നല്ലൊരു ഫാമിലിയിലുള്ള രീതിയിലായിരുന്നു അവിടെ ഉണ്ടായ എല്ലാ ആൾക്കാരുടെയും പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ. ഒരു സിനിമ എന്നുള്ളതിൽ കൂടുതൽ ഒരു വലിയൊരു ഫാമിലിൻ്റെ ഒരു മെമ്പറായി എന്നുള്ളതായിരുന്നു ഇതിന് പറയാനുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ. പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് പറയാനുള്ള ഒരു വയസ്സ് എനിക്കായിട്ടില്ല സിനിമാ ജീവിതത്തിൽ. അല്ലാതെ ഞാൻ എൻ്റെ വയസ്സ് ഇത്രയും നാട് ചോദിക്കരുത്. അപ്പോൾ ഭവിതേനെ ഭവിതയാക്കാൻ സഹായിച്ച ചിത്രയെ ഭവിതയാക്കാൻ സഹായിച്ച എല്ലാവർക്കും, വയസ്സ് എത്രയുടെ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി, സ്നേഹവും ഈ വേദിയിൽ ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. അപ്പോ ചിത്രാനായുടെ പ്രസൻസിൽ നമ്മൾ അടുത്ത നമ്മുടെ ആർട്ടിസ്റ്റ്, മെയിൻ ആർട്ടിസ്റ്റ് തന്നെയാണ് രമ്യ സുരേഷ്. പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ് രമ്യ സുരേഷ്. എന്റെ രണ്ടാമത്തെ കോമ്പറ്റീഷൻ കൊണ്ട് കളിയാണല്ലോ അല്ലേ? എന്തായാലും 2 വാക്ക് രമ്യ സുരേഷ് സംസാരിക്കുന്നതായി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശരിക്കും ഇത് കുറച്ച് മുന്നേ ഒരു ടീച്ചർ കാണിച്ചല്ലോ, എൻ്റെ മോള് അത് കണ്ടിട്ട് അമ്മയ്ക്ക് ഇത്ര ലുക്കോ. അവൾ ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനൊരു വേഷത്തിൽ കാണുന്നത്. ഞാൻ ചെയ്യുന്നതും ആദ്യമായിട്ടാണ്. എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞാൽ വന്ന, പക്ഷേ ഭയങ്കര ടെൻഷൻ. എന്നോട് ഈ കഥ പറയുന്നത് IFFK വെച്ചിട്ടാണ് ഷീചേട്ടൻ. ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എന്താ പറയുക, ഒരു 20 സിനിമയോളം എൻ്റെ റിലീസായിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. എന്തോ എനിക്ക് എന്തൊക്കെയോ എല്ലാം ഞാൻ പ്ലാൻ ചെയ്തൊക്കെ വന്നതാണ്. പക്ഷെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ശരിക്കും ഇത് ഇത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സിനിമ, ഈ ലൊക്കേഷൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ശരിക്കും ഞാൻ കോളേജിലൊക്കെ പോയൊരു അവസ്ഥയായിരുന്നു. ചിത്ര, സരിക, രസ്ന, ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിക്കുമായിരുന്നു. പിന്നെ ഇതിലെ നായകൻ ബ്രിഗേഷ് എന്ന വയൽ വരുന്നത്
പ്രശാന്ത് മുരളി, എല്ലാവരും വളരെ സപ്പോർട്ടായിരുന്നു. ഈ ആസിഫ് അലി പറഞ്ഞ പോലെ മലയാള സിനിമ കാണാനിരിക്കുന്നേ ഉള്ളൂ പ്രശാന്ത് മുരളിയുടെ അഭിനയമാണ്. കിട്ടുന്ന ക്യാരക്ടറെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ചിത്ര എന്നെ പറഞ്ഞുകൊണ്ട് പറയല്ല, എന്താ പറയുക, ഭയങ്കര നാച്ചുറലായിട്ട് നമുക്ക് പല പല സീന് ഞാനിങ്ങനെ ഭയങ്കര അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. അതുപോലെ സരികയൊക്കെ നേരത്തെ സിനിമയിൽ വരേണ്ടതായിരുന്നു. സരികയുടെ ആദ്യത്തെ സിനിമയല്ലേ? എന്തൊക്കെയോ കമന്റ് അടിക്കുന്നു ബാക്കിൽ നിന്നിട്ട്. ഞാനെല്ലാം പ്രശാന്ത് പോയി പോയതാണ്, സിനിമയുടെ ഭാഗ്യമാണ് നേരത്തെ വരാതിരുന്നു. വന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യാൻ എനിക്കൊരു അവസരം തന്ന ഷീച്ചറിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഷീച്ചാനെ എനിക്ക് ശരിക്കും പ്രൊഡ്യൂസറായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇതുപോലെ ഒരു ക്യാരക്ടർ നമ്മുടെ കൂടെ മുഴുവൻ സമയം ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ശരിക്കും എൻ്റെ ഒരു ബ്രദറിനെ പോലെയായിരുന്നു. നമ്മൾ തമാശകൾ പറയുകയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. രമ്യ സുരേഷ് പറഞ്ഞ വളരെ സത്യമുള്ളൊരു കാര്യം തന്നെയാണ്. രമ്യ സുരേഷിൻ്റെ ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ സിനിമയിൽ വളരെ ബോൾഡായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എക്സ്ട്രാ ഓർഡിനറി റോൾ തന്നെയാണ് രമ്യ സുരേഷ് ചെയ്തിട്ടുള്ളത്. അതിനൊരു സ്പെഷ്യൽ കയ്യടി കൊടുക്കണം. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമയിൽ പ്രൊഡക്ഷനിലും അതുപോലെ തന്നെ ആക്ടിങ് പ്രശാന്ത് മുരളിയെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്ത അത് അജിയേട്ടനോട് പ്രൊഡക്ഷനിൽ അജിയേട്ടനോട് കട്ടക്ക് നിന്ന ഷിജു യൂസിയെ നമുക്ക് സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കാം. കുറച്ചത് പറഞ്ഞാൽ വൈബ് കിട്ടുള്ളൂ, അതാണ്. ഓക്കെ അല്ലേ? ഹലോ എനിക്ക് പറയാനുള്ള ചാൻസ് പിന്നെ തരുന്നവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ. നായകൻ്റെ കൂടെ അഭിനയിക്കുന്ന വളരെ വിഷമമുള്ള കാര്യമാണ്. അദ്ദേഹം ഒറ്റ ഷോട്ടിൽ റെഡിയാക്കുമ്പോൾ നമ്മുടെ ഒരു 6-7 ഷോട്ടിൽ റെഡിയാക്കണം എന്നുള്ള വലിയ കടമയുള്ള കാര്യമാണ്. പ്രൊഡ്യൂസർ റെഡി ആയതുകൊണ്ട് ആരും ഒന്നും പറയുകയില്ല തെറ്റിയാലും. അതുകൊണ്ട് ഞാൻ തന്നെ മെല്ലെ നായകനോട് പോയി ചോദിക്കലാണ് ശരിയായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അദ്ദേഹം സുഖാര്യം വിളിച്ച് പറയും ഒന്നുകൂടി ഉഷാറാക്കുക എന്നെ ഉഷാറാക്കി എടുത്തതിന് പ്രശാന്താണ് ഏറ്റവും കൂടുതൽ അതിന് ക്രെഡിറ്റ്. ഞാൻ ഒരു കാര്യം മാത്രം പറയാം, ബാക്കി പിന്നെ ദിവസം എനിക്ക് വേറെ ചാൻസിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ലൊക്കേഷനിൽ വന്നപ്പോഴും പടം കഴിഞ്ഞപ്പോഴും മീഡിയക്കാരും എല്ലാവരും ചോദിക്കാറുണ്ട് ആരാണ് നായകനെന്ന്. പ്രശാന്ത് മുരളി. ഇത് ഫഹദ് ഫാസിനെ പോലെയുള്ള പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു വാക്കെതിരാണ്. 2024 ഫെബ്രുവരിക്ക് ശേഷം പ്രശാന്ത് മുരളിയെ പോലെ ഫഹദ് ഫാസിൽ എന്ന് പറയാനുള്ള ഒരു ചാൻസ് ഈ സിനിമയിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. കറക്റ്റ് സത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കോപ്പി അടിച്ചതാട്ടോ സത്യത്തിൽ. അടുത്തതായിട്ട് നമുക്ക് ഒരുപാട് സിനിമകളിലൂടെയും നമ്മുടെ കൂടുതൽ അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് കോമഡി സ്കിറ്റുകളിലൂടെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് ബാലൻ, പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. രണ്ടു മതിയോ? പറഞ്ഞുകൊണ്ട് രണ്ടിലും ഒതുക്കുകയാണ്. എന്തായാലും ഈ നോൺ ലിമിറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കാര്യത്തിന് ലിമിറ്റ് ഇല്ലാത്ത, കൂടെ സ്നേഹത്തിനും ഒരു ലിമിറ്റും വയ്ക്കാത്ത ഒരു കൂട്ടമാണ് ഈ വയസ്സത്തിലെ 30 എന്ന് പറയുന്ന സിനിമയുടെ ഈ ഒരു കൂട്ടായ്മ. എല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞ ഒരു സിനിമയാണ്. ആ നാട് മുഴുവൻ ഒരു സിനിമയ്ക്ക് ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ മുത്തശ്ശി ഇവിടെ ഉണ്ട്, ഏകദേശം 100 അടുത്ത് തോന്നുന്നല്ലേ അയ്യോ ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരാൾ കൂടെ ഈ ഒരു സിനിമയുടെ ഭാഗമാണ് എന്നത് ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. എന്തായാലും ഒരുപാട് ഒന്നും അവകാശവാദങ്ങളൊന്നുമില്ല. ഈ സിനിമ പറഞ്ഞ പോലെ ഫെബ്രുവരി 29 ശേഷം ജനങ്ങൾ ഏറ്റെടുക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഷിജുവേട്ടനും പപ്പേട്ടനും അതുപോലെ തന്നെ എന്നെ ഈ സിനിമയിലേക്ക് പരിചയപ്പെടുത്തിയ ഫൈസൽ മാഷുണ്ട് ഇവിടെ. ഫൈസൽ മാഷ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും പിന്നെ പ്രശാന്ത് മുരളി ബാക്കി കൂടെ അഭിനയിച്ച എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം, താങ്ക് യു. അടുത്തതായി കോമഡിയുടെ നായകൻ. ഇദ്ദേഹത്തെ കുറിച്ചൊക്കെ കുറേ പറയാനുണ്ട്, പക്ഷേ നമുക്കൊരു സമയത്തിൻ്റെ ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് ഒന്ന് ചുരുക്കി പറയാം അല്ലേ. പണ്ട് ഞാനിങ്ങനെ ഒരു ചിരി വമ്പർച്ചിട്ട് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഒരാളെ നമ്മുടെ പ്രധാന കോമഡി നായകൻ വളരെ നിഷ്കളങ്കൻ സൽസ്വഭാവി, എനിക്കറിയില്ല പിന്നെ പറയാം, വളരെ നിഷ്കളങ്കനായിരുന്നു. എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് പൊതുവെ നമ്മൾ സെലിബ്രിറ്റീസൊക്കെ അങ്ങോട്ട് പോയിട്ടാണ് സംസാരിക്കല്ലേ. ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് കുറേ സംസാരിച്ചു.
അത് കഴിഞ്ഞ് രാത്രി എൻ്റെ റൂമിൽ വന്ന് സംസാരിച്ചു. ഞാൻ ചുരുന്നപ്പോൾ ഇങ്ങനെയെന്ന് വെച്ചു മനസ്സിൽ സത്യം പറഞ്ഞൊരു എക്സൈറ്റ്മെൻറ്റ്. വളരെ നിഷ്കളങ്കനായ ഒരാളായിരുന്നു. എന്താ അതിൻ്റെ രഹസ്യം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കില്ല ഉണ്ണിരാജ. അന്ന് ഉണ്ണിരാജ എൻ്റെ ഒരു കാര്യം പറഞ്ഞത്, ഈ ഭാവിയിൽ എന്താവുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ കോമഡി നായകനെ ഉണ്ണിരാജയെ വേദിയിലേക്ക് ക്ഷണിക്കാം. പ്ലീസ് പ്ലീസ്. ഒരുപാട് സ്നേഹം പ്രിയപ്പെട്ടവരെ. വയസ്സെത്ര 30. എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാം ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ഞാൻ ഇപ്പോൾ കുറേ ദിവസമായി ഇങ്ങനത്തെ പരിപാടിക്ക് വരുന്നത്. അങ്ങനെ എല്ലാ സിനിമയും ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് ഇതുപോലെ പരിപാടിക്ക് വരാൻ പറ്റുന്ന വലിയ ഭാഗ്യമായിട്ട് കാണാം. കാരണം അടിപൊളിയല്ലേ, എല്ലാവരും കാണാം. അടിപൊളിയാണ്. അപ്പോൾ വയസ്സെത്ര 30 പപ്പാട്ടൻ്റെ നരിപ്പറ്റ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ പോസ്റ്റർ കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബെല്ലാം കണ്ട. അപ്പോൾ അദ്ദേഹത്തെ പണ്ടേ അറിയാം. അപ്പോൾ അങ്ങനെ പടത്തിൽ ചെറിയ വേഷം കിട്ടി. അവർ ഷെയ്ജു സാർ, പ്രൊഡ്യൂസർ, നായകൻ അടിപൊളിയാണ്, ഗംഭീരമാണ്. എല്ലാവരും നമ്മളെ പ്രിയപ്പെട്ട എല്ലാവരും, ലഭ്യായാലും പിന്നെ നമ്മുടെ ചിത്രയായാലും എല്ലാം സൗഹൃദമാണ്. പിന്നെ വടകരക്കാർ അല്ലേ, വീടിൻ്റെ പിന്നെ വടകരൻ്റെ ഒരു സ്നേഹം ഞാൻ മുമ്പേ അനുഭവിച്ചിട്ടില്ല. ആ ഒരു നാടിൻ്റെ ഗ്രാമത്തിൻ്റെ പ്രത്യേകത അത് എപ്പോഴും ഉണ്ട്. പടത്തിൻ്റെ സമയത്ത് ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ പടശേഷം ഞാൻ ശേഷം അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബന്ധങ്ങളും സ്നേഹങ്ങൾക്ക് പ്രാധാന്യമില്ല. പിന്നെ പപ്പ സാറ് ഭയങ്കര രസകരമായി ചെയ്യുക, ഒരു സൈലൻ്റായിരുന്നു. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ചെയ്ത നല്ല ഏറ്റവും നല്ലൊരു ഡയറക്ടറാണ്. അപ്പം ഏതൊരു കാലഘട്ടത്തും അദ്ദേഹം സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുതിയ കാലഘട്ടത്തും ഒരു പുതിയ ട്രെൻഡിനോടൊപ്പം തന്നെ അദ്ദേഹം വളരെ നന്നായി സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യേകത എനിക്ക് തോന്നിയത്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഒരു 10-25 വർഷം മുമ്പേ ഞാൻ ആ പടം കണ്ടിട്ടുണ്ടാവില്ല, എനിക്ക് തോന്നുന്നു. അന്നും അദ്ദേഹത്തിൻ്റെ ആ പടം നമ്മൾ പോസ്റ്റർ കാണുന്നത് നമ്മൾ ചെറുതാണ്. ഇന്ന് നമ്മൾ ആ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഇതായിട്ട് തോന്നുന്നു. അതുപോലെ ഞാൻ കമൽ സാറിൻ്റെ പടമെല്ലാം കണ്ട് വന്ന ഒരാളാണ്. അപ്പോൾ കമൽ സാറിൻ്റെ പടത്തിൽ, എൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നു നമ്മളെ സംബന്ധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. നമ്മൾ പുതിയ യാത്രയിൽ ചെയ്ത സിനിമ എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്തു. ഇത് നല്ല രസമായിട്ടുള്ള വേഷം ചെയ്താൽ അടിപൊളിയാണ്. ഞാൻ കൂടുതൽ പറഞ്ഞത് എന്തായാലും എല്ലാം ഗംഭീര. ഇതിൻ്റെ എല്ലാം പിന്നെ അഭിനയിക്കുന്നവരും എൻ്റെ യൂണിറ്റും ക്യാമറയും എല്ലാം അടിപൊളിയാണ്, എല്ലാം രസമാണ്. പിന്നെ പറഞ്ഞ പോലെ പ്രേക്ഷകൻ എങ്ങനെയാണ് സിനിമ ഒരു രീതിയിൽ എടുക്കുന്നത് നല്ല സിനിമയാവും. തിയേറ്ററിൽ ഭയങ്കര രസമായിട്ട് വരും. എൻ്റർടൈൻമെൻറ്റ്, ഫുൾ എൻ്റർടൈൻമെൻറ്റാണ്. എന്തായാലും സന്തോഷമുണ്ട്, ഏറെ സ്നേഹം. പിന്നെ കാണാൻ പറ്റുന്നത് എല്ലാവരും പോലെ ഇങ്ങനെ കാണാൻ പറ്റും. ഈ സമയത്ത് എത്തിപ്പെടാൻ പറ്റിയത് ബാക്കിയായിട്ട് കാണാൻ പറ്റും. സിനിമേൻ്റെ ഷൂട്ടിൽ നമ്മളെ പഞ്ചായത്ത് ചെട്ടി, നമ്മളെ മറിമാൻ ടീമിൻ്റെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറിമാൻ രണ്ടും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റിയത് ഭാഗ്യമാണ്. ഏറെ സ്നേഹം കൂടുതലും പറയുന്നത് എന്തായാലും സ്നേഹത്തോടെ. എന്തായാലും ഉണ്ണിരാജയുടെ പ്രസൻസ് തന്നെ പോകല്ല. 5 മിനിറ്റ് കൂടെ നിന്നാൽ വലിയ ഉപകാരമായിരിക്കും. പ്ലീസ് 5 മിനിറ്റ് കൂടെ നിന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഉണ്ണിരാജയുടെ പ്രസൻസ് തന്നെയാണ് നമ്മളടുത്ത് നമ്മുടെ പോസ്റ്റ് റിലീസ് ചെയ്യുന്നത്. കലാഭവൻ സരിക, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. നോ ലിംസ് ബാനറിൽ വയസ്സെത്രയും 30 എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനും ഒരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുകയാണ്. എനിക്കൊന്നൊരു 16-ാം തീയതി തൊട്ട് ഇന്നലെ വരെ ഫുൾ സ്റ്റേജ് ഷോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ശബ്ദം ഭയങ്കര അടഞ്ഞിരിക്കുകയാണ്. എനിക്കിവിടെ വരുമ്പോൾ ഒരു വലിയ സസ്പെൻസ് പൊട്ടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ MVH അത് പൊട്ടിച്ചു കളഞ്ഞു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മിമിക്രിയിലൂടെയാണ് ഈ രംഗത്ത് വരുന്നത്, കലാഭവനിലൂടെയാണ്. എനിക്ക് തോന്നുന്നു 18 വർഷമായിട്ട് എല്ലാ കോമഡി പ്രോഗ്രാമിലും ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അത് പലർക്കും അറിയില്ലായിരുന്നു. എല്ലാവരും വിചാരം TV-യിൽ ഇങ്ങനെ സ്ഥിരം കാണുമ്പോൾ ഇവർ സിനിമയിലും ഉണ്ട് എന്നായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി പറയാം, എൻ്റെ ആദ്യത്തെ പടം നമ്മുടെ ഷീചേട്ടൻ്റെ പടമാണ്. അതിലേക്ക് ഞാൻ വരാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് ഈ പറഞ്ഞതുപോലെ തന്നെ ദിലീപ് പൊന്നൻ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററുമാണ്. അദ്ദേഹത്തിൻ്റെ പടത്തിൽ പോലും ഞാൻ അഭിനയിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ജയേന്ദ്ര ശർമ്മയായിരുന്നു, ഷീചേട്ടൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ജയേന്ദ്ര ശർമ്മയെ ഓർക്കുകയാണ്. പിന്നെന്താ പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും എന്താ പറയുക, ഞാൻ ഇനി പണ്ടൊക്കെ എന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ഭയങ്കരമായിട്ട് സ്റ്റേജ് ഷോ ചെയ്യാനാണ് താല്പര്യം. പറഞ്ഞ പോലെ മിമിക്രി ആയിട്ടും പാട്ടായിട്ടും ഡാൻസായിട്ടും എനിക്ക് അത് ചെയ്യാനായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ സിനിമയിലേക്ക് എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ്. ഞാനൊരു സ്റ്റേജ് പെർഫോമറാണ്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, പലരും എൻ്റെ അടുത്ത് പറയും നമ്മൾ ഈ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്ന എന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ ഇതിൽ നിന്നൊക്കെ പിടിച്ചു കയറി ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സിനിമ ചെയ്തതിന് ശേഷം എനിക്ക് സിനിമ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ
സിനിമ ചെയ്താൽ മാത്രമേ കുറച്ചും കൂടി എനിക്ക് സ്റ്റേജ് പെർഫോമൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്റ്റേജ് കൂട്ടാനും സ്റ്റേജിൻ്റെ പേയ്മെൻ്റ് ഒക്കെ കൂട്ടാൻ പറ്റുള്ളൂ എന്നുള്ള സത്യം ഞാൻ ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിന് ശേഷം എന്തായാലും എനിക്ക് ഒരുപാട് സ്റ്റേജ് ഷോ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ എന്തായാലും ഇനിയുള്ള ഞാൻ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിലും അതിൻ്റെ ഫുൾ ക്രെഡിറ്റും ഈ ക്രൂവിന് കൊടുക്കുകയാണ്. കാരണം അവരുടെ ഒരു സപ്പോർട്ട്, കാരണം വടകര വെച്ചിട്ട് ഒരു പടം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇത് പറയാൻ പാടുണ്ടോ പോലെ എനിക്കറിയില്ല, ഇത് ഭയങ്കര ഒരു സിനിമയൊന്നും അങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിൻ്റെ അടുത്തല്ല, ഞാൻ ഒരു കൊയിലാണ്ടിക്കാരിയാണ്, രാവിലെ പോയിട്ട് അഭിനയിച്ചെങ്കിൽ പോരാ, വലിയ കുഴപ്പമൊന്നുമില്ല, ഇത് ആരും ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോയതാ. പക്ഷെ പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെന്നപ്പോൾ എല്ലാം വടകര ഭാഷ അറിയാലോ, എല്ലാം നമ്മൾ ആ സരി ഇങ്ങോട്ട് പോവാ, അടുത്ത ഷോട്ട് ആടെ നാട്ടോ വരണ്ട, ഇവിടെ നാട്ടോ വരണ്ട, ഇങ്ങനത്തെ വർത്താനൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര, എൻ്റെ വിചാര സിനിമയിലൊക്കെ എല്ലാവരും അവിടെ നിന്ന് വരും ഇവിടെ നിന്ന് വരും ഇതൊക്കെ പേടിച്ചിട്ടേ ഞാൻ പോകാതിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഒരു സിനിമ, പപ്പേട്ടനായിക്കോട്ടെ, പിന്നെ ജിബ്രാൻ ഒരു ക്യാമറാമാൻ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വിചാരം വെച്ചാൽ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് ലുക്കൊക്കെ മാറി ചീത്തറ, പക്ഷെ ഭയങ്കര കമ്പനിയായിരുന്നു, ഭയങ്കര കൂളായിട്ട് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരുപാട് ഈ പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഇത്രയും നല്ലൊരു പടത്തിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത്രയ്ക്കും നല്ല പടമാണ്. വടകരയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, അവരെക്കുറിച്ച് ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ, കുറേ പുതിയ ആൾക്കാർ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിച്ചു ഇവർ അഭിനയിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ എൻ്റെ വിചാരം ഇവർ റിഹേഴ്സൽ ചെയ്യുകയാണ്. കാരണം ഒരിക്കലും അത് അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു ഡയലോഗ് എനിക്ക് പറഞ്ഞപ്പോൾ ഞാനിവിടെ കിടന്ന് ഭയങ്കര അഭിനയം, അവരഭിനയിക്കുമ്പോൾ ഞാൻ ഇവരെന്താ അഭിനയിക്കുന്നത്, പക്ഷെ അത് അത്രയും നാച്ചുറലായിട്ട് ഈ സിനിമയിലാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും നാച്ചുറലായിട്ടുള്ള ആൾക്കാർ, സാധാരണക്കാർ, നമ്മുടെ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭാഷണ ശൈലിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു ഈവനിങ് അടിച്ചു പൊളിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. അടുത്ത സമയത്തിൻ്റെ ചെറിയൊരു പരിമിതി ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള 2-3 ആർട്ടിസ്റ്റുകൾ വിളിച്ചിട്ട് നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് ഇവിടുന്ന് ഇതാക്കാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ട് വിളിക്കുന്നത് നമ്മുടെ കമലമ്മ, എൻ്റെ കൂടെ ആങ്കറിങ് ചെയ്യുന്ന എൻ്റെ അമ്മയാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ശരിക്കും അമ്മയാണോ എന്നൊക്കെ, ശരിക്കും അമ്മ തന്നെയാണ്. നമ്മൾ ചില വേഷങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ചെറിയ കോപ്പറായ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ കമലമ്മയെ വേദിയിലേക്ക് ക്ഷണിക്കാം. സംസാരിക്കാൻ ക്ഷണിക്കുന്നില്ല, സോറി, സമയത്തിൻ്റെ പ്രശ്നമാണ്, ഉപകാരമായിരിക്കും. സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് അമ്മയോട് മാത്രമേ ഇത് പറഞ്ഞോളൂ, വേറെ ആരോടും പറഞ്ഞോളൂ, അതുകൊണ്ടാണ്. എല്ലാവരും രണ്ടാക്കിലൊക്കെ നോക്കാൻ. പിന്നെ എനിക്ക് ഇവിടെ പറയാനുള്ളത് വെച്ചാൽ അടുക്കളയിൽ നിന്ന് ചോറും കറിയും മാത്രം വെച്ചുകൊണ്ടിരുന്നു ഞാനാണ്. അങ്ങനെ തന്നെ ഇവൻ്റെ വീഡിയോയിൽ കൂടി ഈ വരാന്ത വരെ എത്തിച്ചിട്ട്, വരാന്തയിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയത് ഈ വയസ്സെത്രയായി 30 എന്ന് പറഞ്ഞ സിനിമയാണ് ഏറ്റവും ഇതിനേക്കാൾ കുടുംബത്തിൽ ഈ വയസ്സെത്രയായി എന്ന കുടുംബത്തിൽ തന്നെ എത്തിപ്പെട്ടതിന് എൻ്റെ ഒരു ഭാഗ്യമായിരുന്നു. അടുത്തതായി മനോരഞ്ജൻ, പ്ലീസ് വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനോരഞ്ജൻ എന്നാണ്. എല്ലാവർക്കും അറിയാമെന്നറിയില്ല, എന്തായാലും കുറേ പടങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേ വർഷങ്ങൾ ചെയ്തിട്ടുണ്ട്. വയസ്സെത്രയായി 30 എന്ന ഈ പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിന് എന്നെ അതിലേക്ക് അവസരം തന്ന ഫൈസൽ മാഷ്, പിന്നെ എൻ്റെ ഡയറക്ടർ പപ്പൻ സാറ്, പിന്നെ പ്രൊഡ്യൂസർ, എല്ലാവർക്കും, പിന്നെ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച കൂടെ അഭിനയിച്ച എല്ലാവർക്കും നന്ദി, ഒരുപാട് നമസ്കാരം. ഇത് പടം ഒരു വൻ വിജയമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. രണ്ട് വാക്ക് സംസാരിച്ചു, എല്ലാവരും സംസാരിച്ചു, നിങ്ങളായിട്ട് മാത്രമേ. ഈ വയസ്സെത്രയായി 33 എന്ന സിനിമയിലെ ഒരു ഭാഗം, 10 എന്ന സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ആവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അങ്ങനെ ഇതിലെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ച എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും ഈ സിനിമ വമ്പൻ വിജയത്തിലേക്ക് നയിക്കാൻ നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും നമുക്ക് വേണം. താങ്ക് യു. സത്യത്തിന് കുറേ ആൾക്കാരുടെ പേരൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് സമയത്തിനൊരു പ്രശ്നം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഞങ്ങളുടെ സിനിമയോട് സഹകരിച്ചതും അതുപോലെ തന്നെ ഒരുപാട് അഭിനയിച്ച ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും സ്റ്റേജ് വിളിച്ച് സംസാരിക്കാനുള്ള സമയം കുറവുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് ഓക്കെ. നമുക്ക് ഈ സിനിമയുടെ ഒരു പ്രത്യേകത 5 മാസം പ്രായമുള്ള കുട്ടി, ഇരട്ട കുട്ടികൾ, അതുപോലെ 100 വയസ്സുള്ള പ്രായമുള്ള ആളുകൾ അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് കാണണ്ടേ? എന്താ ഒരു എനർജി പോലല്ലോ. പ്ലീസ്, എവിടെ നമ്മളെ മുത്തശ്ശി, പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. കാര്യങ്ങളൊക്കെ
നാടകത്തിലൂടെ വളരെ ക്രേസുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഇപ്പം സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ സ്വന്തം മകൻ തന്നെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പടത്തിലേക്ക് ഒരു വേഷം ചെയ്ത എക്സൈറ്റ്മെന്റിലാണ് നമ്മുടെ മുത്തശ്ശി. മുത്തശ്ശിക്ക് വരുമ്പോൾ നല്ല കൈയടികളുണ്ട്. ഇനിയും കൈയടി പോരാ. ഹലോ, ഇതല്ല മുത്തശ്ശി വിശേഷോ? അങ്ങനെ കുറെ കാലത്തിന് ശേഷം സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹിച്ചില്ലേ? ഇപ്പൊ എവിടെ എത്തി? സിനിമയിൽ അഭിനയിച്ചില്ലേ? അത് ഏത് ചില്ലറ റോളാറ്റാ? കൂളിംഗ് ഗ്ലാസ് അല്ലിട്ട് പ്രൊമോഷൻ കാണേണ്ടതാ. നാട്ടുകാരെല്ലാം പറയുന്നുണ്ടോ? ധൈര്യത്തെ പറഞ്ഞു. ഞാനിങ്ങനെ തിരുമേൻ്റെ ഞാൻ എൻ്റെ അടുത്ത് കൊഞ്ഞാലിങ്ങനെ കുത്തിയിരുന്നതാണ്. അന്നേരം നാൾ വന്നു, നിങ്ങളെന്തിനു വന്നു? എൻ്റെ മോൻ പറഞ്ഞു ഞങ്ങൾ കുത്തിരിക്കുന്നു. അന്നേരം എൻ്റെ മോൻ പറഞ്ഞു മാഷാവില്ലേ? ഞാൻ പറഞ്ഞു ആരാരും ഇരിക്കി നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു സിനിമയിലാണ് തന്നെ കൂട്ടറേ അറിഞ്ഞൂടാ. പിന്നെ കുത്തിരിക്കുന്നതാണ്. അല്ല നിങ്ങൾക്ക് ഏത് പാല് വൃത്തി പാത്രം കൊണ്ട് ഏത് പാല് കൊണ്ട് 2-3 പരയിൽ നടക്കാവോ? അതങ്ങനെ നോക്കാം. കൊണ്ടുപോയെന്നല്ല, ഒരുപാട് ഡയലോഗുകളൊക്കെ ഉണ്ട്. സ്വന്തം ഡബ് ചെയ്തോട്ടാ. അത് വേറെ നല്ല കൈ കൊടുത്താൽ കഴുത്തിലും കുറച്ച് മുന്നേ ഒരുപാടുണ്ട്. ഇപ്പൊ വളയെന്ന് കാണുന്നില്ല. പോയി അതല്ല എൻ്റെ മോന് ഞാൻ കൊടുത്തതാ സിനിമക്ക് വേണ്ടി. നിങ്ങളല്ലാണ്ട് കൊടുക്കുക പരിപാടിക്ക്. സിനിമ നല്ല ഓടണം, കഥാ വേണ്ടത്. സിനിമ നല്ല ഓടണം. പ്രൊഡ്യൂസർ ക്ഷമിക്കണം, എന്നോട് ഞാൻ അറിയാണ്ട് ചോദിച്ചതാ. അത് പെട്ടെന്ന് നമ്മുടെ പടം നിങ്ങളെ വിജയാക്കി കൊടുത്തു കഴിഞ്ഞാല് പ്രൊഡ്യൂസർക്ക് പാപം പൈസ നന്ദിക്കൊണ്ടു. അതെല്ലാം ഓരോരുത്തർ കൊടുത്തു. പിന്നെ കൈ കിട്ടുന്ന പൈസ എല്ലാം അല്ല മക്ക് കൊടുത്തിക്ക്. പിന്നെ പൈസ കിട്ടിയത് നായര ഇയാള് പ്രസാദ് മുരളി തന്നിക്കനക്ക് അദ്ദേഹം കൊണ്ടുവച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കാണണം. അറിയാൻ പാടില്ല. എന്താ വെച്ചത് വലിയ ആരും പറഞ്ഞായിരുന്നു. ഇനിയിപ്പോ അടുത്ത പടത്തിൽ ഇപ്പൊ ഈ സിനിമ കണ്ടിട്ട് അടുത്ത പടത്തിൽ ആൾക്കാരെ വിളിക്കും. അന്നേരം പോവാ. എന്റെ മോന്റെ സിനിമ എന്നെ ഉണ്ടെങ്കിൽ അതും കഴിഞ്ഞല്ല പോകും. നല്ല സ്വന്തം കുടുംബത്തിൽ തന്നെ വേണം അല്ലേ? അപ്പൊ പുറത്തുപോയ പൈസ ഉണ്ട്, അതായിരിക്കും കൊടുക്കും. അത് നമുക്ക് കൊടുക്കും, എന്റെ മോനെയും കൊടുക്കും. എല്ലാ കുടുംബ നാട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്തു നടക്കില്ല. എല്ലാ കുടുംബത്തിലേക്കാ കുടുംബത്തിൽ ഓരോ വകയിലേക്ക് ഞാൻ ഇവിടെ വന്നത്. ആള് വിചാരിച്ച പോലെ കേട്ടോ, ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് അധ്വാനിച്ച് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട്. എത്ര മക്കളുണ്ടെന്ന് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. ഓരോ മക്കൾക്കും വീടും സ്ഥലവും ഇതെല്ലാം ആക്കി കൊടുത്ത ആളാണ്. ചെറിയ പുള്ളിയല്ല കേട്ടോ, സ്വന്തമായിട്ട് അധ്വാനിക്കും. നല്ല പേരുണ്ട്. നമ്മൾ പണ്ട് കേൾക്കാറുണ്ട് ചെറുപ്പക്കാലത്ത് ദൈവം നമുക്ക് കഷ്ടപ്പെടാനുള്ള പലതിനും. സത്യത്തിൽ മുത്തശ്ശിക്ക് ഇപ്പം വളരെ ഹാപ്പിയാണ്. ഞാൻ 2-3 പ്രാവശ്യം മുത്തശ്ശിനെ കൊണ്ട് എറണാകുളത്തൊക്കെ വരേണ്ട ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശി ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ടോക്ക് ചെയ്തത്. ഇത് ഞങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ചാൽ തെറ്റിദ്ധരിക്കുന്നു വേണ്ട. ഞങ്ങളെല്ലാവരും ഇപ്പം ഞങ്ങളുടെ പ്രൊഡ്യൂസറാണെങ്കിലും ശരി, മോനെ കൊണ്ട് പണയം വെച്ചിരുന്ന മിറ്റിന് സ്വർണ്ണം, അത് വലിയ പ്രശ്നമൊന്നുമല്ല. അത് അമ്മപ്പുറത്ത് മനസ്സിലാക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. അപ്പം മുത്തശ്ശിക്ക് നല്ലൊരു കൈ കൊടുത്ത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പൊ ആദ്യം ടിക്കറ്റ് വിൽപ്പന മുത്തശ്ശിയാണ്. ഞാൻ വിളിക്കും. ഇപ്പൊ ചെയ്യണ്ടല്ലോ, ഇപ്പൊ ചെയ്യണ്ട, ഇപ്പൊ തന്നെ ചെയ്യുന്നല്ലേ? എന്നാ പിന്നെ ആരാണ് ടിക്കറ്റ്? ഞാൻ നോക്കട്ടെ കേട്ടോ. തിയേറ്റർ ഓണർ പപ്പേട്ട പറഞ്ഞ ആള് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പപ്പേട്ടൻ തിയേറ്റർ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പേര്. തിയേറ്റർ ഓണറെ ആദ്യം ടിക്കറ്റ് വിൽപ്പന. അത് നമ്മുടെ ഉദ്ദേശിക്കുന്നത് രാഗം തിയേറ്ററിലെ പ്ലീസ് സാർ, പേര് പപ്പേട്ട. രാഗം തിയേറ്ററിന്റെ ഓണർ പേര് സുനിൽ. പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. സംഭവം എന്താ വെച്ചാല് ഇവരുടെ
എഡിറ്റിംഗ് രീതി വളരെ ക്ഷമയോടുകൂടി എന്നെ തന്നെ ഒരു 3 പ്രാവശ്യമെങ്കിലും മിനിമം റിമൈൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫംഗ്ഷൻ അപ്പോൾ തന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു, സാധാരണ ഒരു ഫംഗ്ഷൻ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ നമുക്ക് വാട്സപ്പിൽ ഇടും, വേണമെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ വന്നില്ല. ആ രീതിയിലുള്ള ഒരു സംഭവത്തിലാണ് സിനിമയുടെ മാർക്കറ്റിംഗ് പോകാറ്. പക്ഷേ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നത് മുതൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വരെ ഇവരുടെ ഒരു ടീം വർക്കും ഇവർ ടീമായിട്ട്. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആരൊക്കെയാണാവോ ഒന്ന് സെപ്പറേറ്റ് പരിചയപ്പെടണം. അത്രയും മനോഹരമായ രീതിയിൽ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടും എല്ലാ ആളുകളെയും ചെറിയതായാലും വലിയതായാലും അവർ വലിപ്പ ചെറുപ്പമില്ലാതെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഒരു മുഖ്യധാരയിലേക്ക് എത്തിക്കാനും ഈ ടീം ചെയ്യുന്ന ഒരു വർക്കിന് ഞാൻ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇപ്പോൾ തന്നെ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇത് കാണുമ്പോൾ നമുക്ക് സിനിമയിൽ എന്താണ് ഉള്ളത് എന്ന് കാണാനുള്ള വളരെ ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിത് നോക്കുമ്പോൾ വിചാരിച്ചു ഇത് നല്ലൊരു പടമാണല്ലോ, ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിങ്, അതുപോലെ ഓരോ ആളുകളെ ഇതിന് പ്രസൻറ്റ് ചെയ്യുന്ന രീതി എല്ലാം ഒരു എന്താ പറയുക, ഞാനൊരു പ്രൊഡ്യൂസറാണ്. അതിന് മാർക്കറ്റിങ്ങിനെ പറ്റി ഞാൻ എപ്പോഴും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കും. എൻ്റെ അടുത്ത പടങ്ങളിൽ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അത് ഇവർ വളരെ മാതൃകാപരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും സിനിമയിലും ഇവർ അവലംബിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ ഒരു വൻ വിജയമാവട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പം നമുക്ക് ആദ്യ ടിക്കറ്റ് വിൽപ്പന മുത്തശ്ശി തന്നെ ആ കൊടുത്ത 500 ഉണ്ടല്ലോ, 500 അല്ലേ? എത്ര പൈസ എന്ന് പറഞ്ഞാൽ പറയോ? എത്ര കയ്യിലുള്ളത്? പ്ലീസ്. തിയേറ്റർ കൊടുക്കാൻ 500 തിയേറ്റർ കൊടുക്കാൻ. തിയേറ്ററിൻ്റെ ആൾ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. മുത്തശ്ശി നിന്നോ. അങ്ങോട്ട് നിങ്ങൾ എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ ഈ സിനിമയെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്നാൽ എല്ലാവർക്കും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ പോയിരിക്കാം. മുത്തശ്ശി ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഈ സിനിമയുടെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമയുടെ 7 കിടിലൻ പാട്ടുകളുണ്ട്. ഡാൻസ് അറിഞ്ഞുകൂടാത്തവരോട് കളിച്ചു പോകുന്ന തരത്തിലുള്ള പാട്ടുകൾ. അത് നമുക്ക് സമ്മാനിച്ചത് മറ്റാരുമല്ല, നമ്മളുടെ പ്രിയ ഷിബു സുകുമാർ. ഷിബു സുകുമാരൻ, പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. നല്ലൊരു കൈ കൊടുക്കുക പ്ലീസ്. ആദ്യം നമുക്ക് ഷിബുവിന് ഈ പാട്ടുകൾ ഞങ്ങളുടെ പ്രൊഡ്യൂസറുടെ അച്ഛൻ ഗോപാലേട്ടൻ, ഐശ്വര്യ ഗോപാലേട്ടൻ, അതായത് നോ ലിമിറ്റ്സിൻ്റെ അഡ്വൈസർ കൂടിയാണ് അദ്ദേഹം. ഷിബു സുകുമാരനെ ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതായിരിക്കും. നല്ലൊരു കൈയ്യടി വേണം കേട്ടോ പ്ലീസ്. അപ്പോൾ ഗോപാലേട്ട പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. നല്ല കൈയ്യടി വേണ്ട. സ്വന്തം മകനെ സിനിമയിലേക്ക് വന്നു എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിച്ച് അല്ലേ ഗോപാലേട്ട? ബാക്കി നമുക്ക് മൈക്കിൽ പറയാം അല്ലേ? അതാ നന്നാവുക. ഗോപാലേട്ടൻ ചിരിച്ചോണ്ടാണ് വരുന്നത്. വളരെ സന്തോഷത്തോടു കൂടി ഒരുപാട് പടങ്ങൾ ഗോപാലേട്ടൻ്റെ മകനെ എടുക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ? എന്താ പോരത്തില്ല, കയ്യടി പോരുന്നില്ല, സ്വീറ്റ്സ് എല്ലാവരും. ഓക്കെ, താങ്ക് യു. പേരെന്താ? പേര് പറ. അപ്പൊ ഓക്കെ, ഗോപാലേട്ട പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. ഒരു 2 വാക്ക് സംസാരിക്കും ഗോപാലേട്ട. ഗോപാലേട്ടൻ എനിക്ക് പേഴ്സണലി അറിയാട്ടോ, അതുകൊണ്ടാണ് ഒരു ഒഫീഷ്യൽ രീതിയിലത് വിളിക്കാത്തത്. ഞങ്ങളുടെ നാടിൻ്റെ ബിസിനസ്സാണ് പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഓർക്കാട്ടേരിയിലുള്ള വടകരത്തിൻ്റെ ഓർക്കാട്ടേരിയുള്ള ഐശ്വര്യ ടെക്സ്റ്റൈൽസിൻ്റെ ഓണറാണ്. ഒരുപാട് കാലങ്ങളായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ബിസിനസ്സാണ്. ഗോപാലേട്ടൻ തുടങ്ങി ഇപ്പം മകൻ നോക്കി നടത്തുന്നു. അപ്പോൾ ഗോപാലേട്ടൻ 2 വാക്ക് സംസാരിക്കും. പൊന്നാട് എണീക്കട്ടെ, എന്നിട്ട് സംസാരിക്കാം. അത് കുറച്ച് സെൻട്രലിലേക്ക് നിന്നാൽ ഒരു നല്ല കൈയ്യടി വരട്ടെ. കൈയ്യടി.
ഐശ്വര്യ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പോൾ 2 വാക്ക് സംസാരിക്കാം. ഷിബസുമായാണ് സംസാരിച്ച ശേഷം ഗോപാലായിട്ട് സംസാരിക്കുന്നത്. പ്ലീസ്. നമസ്കാരം. എല്ലാവരും ഇതെന്ന് വെച്ചാൽ വളരെ രസകരമായിട്ടുള്ളൊരു വർക്കായിരുന്നു. എല്ലാം ഞാൻ ഇപ്പോൾ അച്ഛനോടുള്ള അതിയായ സ്നേഹത്തിൻ്റെ ഇതാണ്. ഇതിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയത് ശ്രീ ഫൈസൽ സാറാണ്, ഫൈസൽ മാഷ്. പിന്നെ ഞങ്ങൾ പിന്നെ ഈ കുടുംബത്തിലേക്ക് ജോയിൻ ചെയ്തു. ഷിജുബായി, പപ്പൻ സാറ്, ഫൈസൽ മാഷൊക്കെ ഒന്ന് കാണുകയുണ്ടായി. വളരെ രസകരമായിരുന്നു. വേറൊരു തമാശ എന്ന് വെച്ചാൽ സാധാരണ ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കേണ്ട സമയത്ത് ഞാനിതിൻ്റെ ഒരു സ്ട്രെസ്സും അറിഞ്ഞിട്ടില്ലാത്തൊരു പ്രൊജക്റ്റാണ്. ഭയങ്കരമായിട്ട് രസകരമായിട്ട് അത് പിന്നെ കൈതപൂർ സാറ് തിരുമേനിയുടെ വരികളൊക്കെ എഴുതാനൊക്കെ ആണെങ്കിലും കമ്പോസിങ് വേളയിലാണെങ്കിലും എല്ലാവരും ഭയങ്കര എനർജിയും. ഷിജുബായുടെ എനർജി എന്ന് പറയുന്നത് ഒന്നും നമുക്ക് ഇത് വേറെ താരതമ്യപ്പെടുത്താൻ പറ്റാത്ത അത്രയും അതല്ല. ഞാൻ മുഖ്യ പറയില്ല കേട്ടോ. അടിപൊളിയായിരുന്നു. അതിലിപ്പോൾ 4-5 സോങ് ചെയ്തിട്ടുണ്ട്. വിനീതേട്ടൻ, എൻ്റെ സഹോദരൻ സജീർക്കൊപ്പം ഞങ്ങളുടെ സഹോദരൻ ഫിറോസ് കുന്നംപറമ്പിൽ, ഫിറോസ് ആദ്യമായിട്ട് പാടുന്നുണ്ട്. പിന്നെ വൈക്കം വിജയലക്ഷ്മി ചേച്ചി, പിന്നെ ഏറ്റവും എൻ്റെ പ്രിയപ്പെട്ട ചേട്ടൻ ശ്രീറാം സാറ് വലിയ കുറേ നമ്മുടെ മലയാള സിനിമയിൽ കുറേ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. കേട്ടിട്ടുണ്ടാവും. കാറ്റൊക്കെ പാടി ശ്രീറാം സാറ് പാടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് രശ്മി പണിക്കർ, അങ്ങനെ കുറേ പേര്. എല്ലാവരുടെയും ഒരു ടീം വർക്കായിരുന്നു കേട്ടോ. കമ്പോസിങ്ങും ഇതിലെല്ലാവരും എൻ്റെ സജീവമാണെങ്കിലും അവരൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സഹോദരൻ, എൻ്റെ മൂത്ത ചേട്ടൻ സിജു ചേട്ടൻ എൻ്റെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ വർക്കിൽ, പ്രോഗ്രാമിൻ്റെ കൂട്ടത്തിൽ. പിന്നെ സെഫിൻ ഇവിടെ വന്ന് സെഫിനൊന്നും എണീച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് വയലിൻ പോർഷനൊക്കെ ചേട്ടൻ ബാക്കിലുണ്ട്, എവിടെയോ ഉണ്ട്, അവിടെ ഉണ്ട്. അപ്പം ഞാൻ എല്ലാ സ്ഥലത്തും പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ കുറേ വന്നിട്ടുണ്ട് അവിടെ. ഞാനൊന്ന് മെൻഷൻ പലരെയും വിട്ടുപോയോ എന്നറിയില്ല. പിന്നെ എൻ്റെ തൊട്ട് മുന്നത്തെ പടത്തിൻ്റെ സംവിധായകൻ മഞ്ജിത് സാറ് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും നല്ലൊരു പ്രാർത്ഥന, അനുഗ്രഹം എല്ലാം ഞങ്ങളുടെ കൂടെ വേണം. പടം ഇറങ്ങുമ്പോൾ ഇതേപോലുള്ള സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും തിയേറ്ററിലൊക്കെ വന്ന് കണ്ട് എന്തായാലും മനസ്സ് മടുപ്പിക്കില്ല എന്ന ഒരു പ്രതീക്ഷയുണ്ട്. വേറെ ഒന്നുമില്ല. എന്തായാലും നന്ദി, നമസ്കാരം. പിന്നെ എപ്പോഴും ഞാൻ എല്ലാ ഓഡിയോയിലും പറയുന്നൊരു കാര്യങ്ങളുണ്ട്. ഞാൻ വലിയാളായ ഇതൊന്ന് മാർക്കെടുത്തിട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്ക് നമ്മുടെ ഓഡിയോ ലോഞ്ച് നടത്തുന്നതായിരിക്കും. ഓഡിയോ ലോഞ്ച് ചെയ്യുന്നത് സോഹൻ ശ്രീനുലാൽ. പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. ഡയറക്ടർ ഓഫ് FKയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഡബിൾസ്, ഭാരത് സർക്കസ്, ഡാൻസ് പാർട്ടി എന്നീ സിനിമകളുടെ സംവിധായകമാണ്. പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ് സോഹൻ ശ്രീനുലാൽ. ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, ആദ്യം അവാർഡ് തുടങ്ങിക്കോ. എല്ലാവർക്കും നമസ്കാരം. അവാർഡ് കിട്ടിയത് കുട്ടിയോനാവ് എന്ന പടത്തിനാണ്. അത് വിജയാനീൻ്റെ അവാർഡാണ് കിട്ടിയത്. എക്സലൻസ് അവാർഡ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ വലിയ സന്തോഷത്തിലാണുള്ളത്. ഇതേ സന്തോഷം തന്നെ നിങ്ങൾക്ക് തിയേറ്ററിൽ കിട്ടും
കാരണം ഈ പടത്തിൻ്റെ ഞങ്ങളെ ഷൂട്ടിംഗ് ചെയ്ത നാട്ടുപുറത്തായ വടകര തന്നെയാണ്. ഈ പടത്തിൻ്റെ എല്ലാ പറയാൻ ഒരുപാടുണ്ട്, സമയമില്ല. കാരണം വെച്ചാൽ ഈ സെറ്റ് ഇട്ട മുതൽ സെറ്റ് ഞങ്ങൾ കോളനി ആക്കിയത് അവിടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത കുട്ടോത്തുള്ള എല്ലാ ആൾക്കാരോടും അതിന് പ്രത്യേകിച്ച് എല്ലാ ആൾക്കാരോടാണ് നന്ദി പറയേണ്ടത്. കാരണം ഒരു പടം അതിൻ്റെ കഥ കേട്ട് അതിനനുസരിച്ച് സെറ്റുകൾ ഒരുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പടത്തിന് വേണ്ടി. പിന്നെ ഞങ്ങളെല്ലാവരെയും ഒരു കൂട്ടായ്മയാണ് ഈ പടം നിങ്ങളെല്ലാവരും കാണണം. ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ഇവിടെ റിലീസ് ചെയ്യുമ്പോൾ എല്ലാവരും നിങ്ങൾ അടുത്തുള്ള ആൾക്കാരും ഇവിടെ വരാത്ത ആൾക്കാരും എല്ലാവരെയും കൂട്ടി നിങ്ങൾ തിയേറ്ററിലേക്ക് പോകണം. ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും എല്ലാ ദിവസവും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ പോയി കാണരുത് അങ്ങനെ വിചാരിക്കരുത്, എല്ലാവരും അന്ന് തന്നെ പോയി കാണണം. അത് മാത്രമേ പറയാനുള്ളൂ. എല്ലാവരെയും പ്രാർത്ഥിക്കുക. ഈ ഞങ്ങളുടെ ടീം ഇനിയും അങ്ങോട്ട് എത്തണം, നല്ലതാവും എന്ന് വിചാരിക്കുന്നു. അത് പിന്നെ എല്ലാവരും കൂട്ടായ്മ ഉണ്ടാകട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. എനിക്ക് ഉറപ്പാണ് ഈ പടം സൂപ്പർ ഹിറ്റ് ആവുന്നുള്ള ഉറപ്പാണ്. കാരണം ഞാൻ ഈ പടത്തിന് വേണ്ടി 2-3 മാസം കഷ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഈ പടം സൂപ്പർ ഹിറ്റ് ആവും. കാരണം ഉറപ്പാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടെന്ന് പറയുന്നത് സെറ്റ് ഇടവേളക്കാർക്ക് കുറേ ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ആ വീടുകളിൽ പോയിട്ട് ഇനി അവിടെ ഒലക്കയും അമ്മിയും മാത്രമേ എടുക്കാൻ ബാക്കിയുള്ളൂ എന്നാണ് പറയുന്നത്. അത് സത്യമാണ്. അത് സത്യമാണ്. കാരണം ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലാണ് നമ്മളെപ്പോലുള്ള ആൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു പ്രൊഡ്യൂസർക്ക് എത്രമാത്രം ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിൽ പറയാമെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിൽ എല്ലാ സ്ഥലത്തും ഒരുവിധം കട്ടിൽ മാത്രം ഞാൻ എടുത്തിരിക്കില്ല, ബാക്കിയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നിറഞ്ഞൊരു സന്തോഷത്തിലാണ് ഞാൻ കലാരംഗത്തിൽ സിനിമയായ നാടകമായ നോവലായ എന്ത് തന്നെയായ ഒരാശയം ഒരു സമൂഹത്തിൻ്റെ ഉയർത്തേക്കാണ് നമ്മൾ കഴിക്കുന്നത്. സമൂഹത്തിൻ്റെ ഉയർത്ത എന്ന് പറയുമ്പോൾ ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതുപോലെ ഒന്നിനും കൊള്ളാത്ത രീതിയിലുള്ള തൊഴിലും ജീവിതവും നയിച്ച് സമൂഹത്തിനെ മാറ്റിക്കൊണ്ടുവരാൻ ആശയപരമായ പോരാട്ടത്തിൽ കൂടിയാണ് സാധിച്ചത്. അത് കലാരംഗത്തിന് 1-ാം സ്ഥാനമുണ്ട്. ഞാൻ നിങ്ങളൊന്നും ചെറിയ തരത്തിൽ അധികം പറയുന്നില്ല. 1970 ജനുവരി മാസം കേരളത്തിൽ ഉയർന്നു വന്നത് അന്നത്തെ ഗവൺമെന്റ് നിയമസഭയിൽ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം, അത് നടപ്പാക്കിയ പോരാട്ടം. ലക്ഷക്കണക്കിന് കുടികിടപ്പ് മേഖലകളിൽ പോരാടിയതിന്റെ ഫലമായിട്ട് ഒരുപാട് ആളുകൾക്ക് കുടികിടപ്പ് ഭൂമി സ്വന്തമായി. അതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ പുരോഗതി വന്നു. ഇന്ന് പഴയ തൊഴിലിൽ നിന്ന് മാറി ഒരു നല്ല മാറ്റം സമൂഹത്തിലെ ഈ ജനജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ ഇനിയും മാറാനുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സിനിമ വയസ്സത്തിലെ അതിൻ്റെ മേൽ ഒരു വലിയ ആശയ, ഒരു ചെറിയ കാര്യം നല്ലത്. ഈ സിനിമ ഇതുപോലുള്ള ഒട്ടനവധി സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഈ സിനിമയെ ഉയർത്തിക്കൊണ്ടുവരികയും ഇതിനെ ഇതുപോലുള്ള ഈ ആശയങ്ങളെ നല്ല നിലയിൽ സമൂഹത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ മാറ്റം ഉണ്ടാകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനവും ഈ സിനിമയെ നല്ലപോലെ സഹായിക്കണം. നല്ലപോലെ സഹായിക്കാൻ രണ്ടു തരത്തിലാണ് സാധിക്കും. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ടത് പ്രചരിപ്പിക്കുക, ആ പ്രചരണ ആശയങ്ങൾ സമൂഹത്തിൽ അറിയിക്കുക, അതിനുള്ളിനുള്ളിൽ കയറ്റുക. അങ്ങനെയുള്ള മാറ്റത്തിനുമാണ് ഈ സിനിമ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ സഹകരണത്തോടും കൂടി ഇതിനെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് യു ഗോപാലേട്ടൻ, താങ്ക് യു വെരി മച്ച്.
നമുക്ക് ഈ ഒരു അവസരത്തിൽ തന്നെ ഓഡിയോ ലോഞ്ചിൻ്റെ ആൾ തിരക്ക് കാരണം പോയതാണ്. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വൈക്കം വിജയലക്ഷ്മി അതുപോലെ തന്നെ ജി ശ്രീറാമിനെ വേദിയിലേക്ക് ക്ഷണിക്കാം ഓഡിയോ ലോഞ്ച് ചെയ്യാനായിട്ട്. ഈ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ മ്യൂസിക്, ഈ പാട്ട് മാത്രമല്ല, ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു വലിയ താരനിരയുണ്ട് ഈ മ്യൂസിക് പിന്നിൽ. ജോസി ചേട്ടൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ടൈറ്റിൽ മ്യൂസിക് ചെയ്ത സൻഫീർ ഭായ്, ഹീറോ പ്രശാന്ത് മുരളി, മ്യൂസിക് ബാക്ക് ചെയ്തിരിക്കുന്നത് സരിഗമയാണ്. അനുരാഗ് പ്രൊമോ സോങ്, നിങ്ങളുടെ ഓൾറെഡി എത്തിപ്പെട്ട പ്രൊമോ സോങ് വയസ്സത്തെ എന്ന പ്രൊമോ സോങ് അനുരാഗ്, അത് പാടിയ MC കുപ്പർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ആളുകളുടെ ദേവിയുടെ സ്റ്റേജിൽ കയറുന്നതാണ്. സൻഫീർ ഭായ്, പ്രോഗ്രാമർ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്ത ഇവിടെ ഉണ്ടെങ്കിൽ വേദി ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു. ഈ മ്യൂസിക് സരിഗമ വാങ്ങിയത് പാട്ട് മാത്രമല്ല, ടൈറ്റിൽ സോങ്, പ്രൊമോ സോങ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ചേർന്നാണ്. ഓക്കെ പ്ലീസ്. വയസ്സെത്രയായി 30 എന്ന സിനിമയുടെ ഫുൾ മ്യൂസിക്കൽ ടീമാണ് ഇവിടെ വേദിയിലുള്ളത്. ഞങ്ങൾ സരിഗമയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരു ടൈറ്റിൽ സോങ്, ഒരു പ്രൊമോ സോങ്, 5 സ്റ്റോറി സോങ് പ്ലസ് 2 തീം സോങ്. വൺ മോർ സ്മോൾ ഗേൾ പ്രാർത്ഥന ചൊല്ലു. ആൻഡ് ഗോഡ്ഫ്രീ. ജുബൈർ ഖാൻ, നോ ലിമിറ്റ് ഫാമിലിക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത എൻ്റെ നാടിന് വേണ്ടി, നിങ്ങളുടെ എല്ലാം കരുത്താണ് സിനിമ. ഈ സിനിമയുടെ കരുത്ത് ഈ സിനിമയിലെ പാട്ടാണ്. സരിഗമയിലൂടെ ഞങ്ങൾ ഈ പാട്ട് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. വയസ്സെത്രയായി 30 എന്ന സിനിമയിലെ എല്ലാ പാട്ടും. നല്ലൊരു കൈയടി പ്ലീസ്. Thank you very much. Okay, thank you.